അതിപ്പോ വൈറലായത് ദുഃഖാണ് കൂടുതലും. ദുഃഖാണ് കൂടുതൽ. ഞാൻ പ്ലാൻ ചെയ്തായിരുന്നല്ലോ, അറിയാതായിരുന്നല്ലേ. നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. എപ്പോഴും തോന്നില്ല വൈറലാവണ്ടായിരുന്നു. പലപ്പോഴും ആലോചിച്ചു, എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കണ്ട മതിയായി. കാരണം സൈബർ അറ്റാക്ക് ഡെയിലി സൈബർ അറ്റാക്കാണ്. പക്ഷേ ഈ ഒരു സത്യം തുറന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പണ്ട് പൃഥ്വിരാജ് അനുഭവിച്ചാണ്, പാർവതി തിരുവോത്ത് അനുഭവിച്ചാണ്. പക്ഷെ അവരെല്ലാം സത്യം പറഞ്ഞാൽ അവരുടെ ആവശ്യത്തിന് വേണ്ടിയാണ്. ഇപ്പൊ പൃഥ്വിരാജ് പോയി സത്യം പറയുന്നില്ല, പുള്ളിയുടെ സത്യം ഇപ്പം നിന്നു. പണ്ട് മമ്മൂട്ടി മോഹൻലാലിന്റെ കുറ്റം പണ്ടി ഇപ്പൊ അവരുടെ പുറകെ നടക്കുക. പാർവതി തിരുവോത്ത് സത്യം പറഞ്ഞുകൊണ്ട് അവർ ഒതുക്കിയ ആൾക്കാരാണ്. പക്ഷെ അവരും കാസ്റ്റിംഗ് കൗച്ച് ആരാണ് അവരെ അപ്രോച്ച് ചെയ്ത് പറയുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേറ്റോട് ഫിലോസഫർ പറഞ്ഞിട്ടുണ്ട്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാ ജീവിക്കാം. തിലകനെ ഒതുക്കിയില്ലേ. അതെ അതെ. ഇപ്പൊ വൈറലാവാൻ താല്പര്യം പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. നല്ല തൊലിക്കട്ടി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ നമ്മുടെ പെരേരെ പോലെ നല്ല തൊലിക്കട്ടി ഉണ്ടെങ്കിൽ വൈറലായ ഒരു കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ സെലിബ്രിറ്റി സ്റ്റാറ്റസ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പലതവണയും ഓരോ കാര്യങ്ങൾ ചെയ്യാറുണ്ടല്ലോ. ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്ത് ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ ഒരു കാര്യം പ്ലാൻ അല്ല, ഒരു കാര്യം പ്ലാൻ അല്ല. ഞാൻ ഡൗൺ ആകുമ്പോൾ എന്തെങ്കിലും സംഭവം ഇങ്ങോട്ട് വരികയാണ്. ഞാൻ ആദ്യം ഡൗൺ ആയ സമയത്ത് നിത്യമിനിച്ച് വന്നു. ഈ ഡൗൺ അടിക്കുമ്പോൾ ഇങ്ങനെ വരികയാണ്, ഇങ്ങോട്ട് വരികയാണ്. അല്ലാണ്ട് ഞാൻ അല്ല മീഡിയക്കാരൻ എന്തെങ്കിലും സംഭവിക്കും, എന്തെങ്കിലും സംഭവം നടക്കും. അത് ഞാൻ പ്ലാൻ ചെയ്യുന്നതല്ല.